ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എന്താണ് ബിറ്റ്സ്, എന്താണ് ബൈറ്റ്സ്, എന്താണ് ബൈനറി, എന്താണ് ഡെസിമൽ, എങ്ങനെയാണ് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ അതിനെ എന്താണ് ബിറ്റ്സ്, കിലോബൈറ്റ്സ്, മെഗാബൈറ്റ്സ്, ഗിഗാബൈറ്റ്സ് അതിനെപ്പറ്റി മനസ്സിലാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നത് ഈ ബിറ്റ്സും ബൈറ്റ്സും ആയിട്ടാണ്, ബൈനറി ലാംഗ്വേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മനസ്സിലാവുന്നത്? ഹൗ ക്യാൻ എ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് 0 and 1? കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് സീറോസും വൺസും മനസ്സിലാവുന്നത്? ബട്ട് കമ്പ്യൂട്ടറിന് 0ഉം 1ഉം മനസ്സിലാവില്ല, ശരിയാണ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ 0ഉം 1ഉം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് സിഗ്നൽസ്, ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ടാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് മുഴുവനും. അപ്പോൾ അതിനകത്ത് ഈ സീറോസും വൺസും സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. അതിനാണ് ഈ സർക്യൂട്ട്സ് മുഴുവൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സും അതിനകത്തുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് കൂടി ചേർന്നതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറും മെമ്മറിയും ബാക്കിയുള്ള എല്ലാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സും എല്ലാം ഇലക്ട്രോണിക് സിഗ്നൽസ് മാത്രമേ അവയ്ക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 0 and 1 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സിഗ്നൽസിൽ ഒരു ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ് സിഗ്നൽസ് ആണ്. അങ്ങനെയാണ് അത് 1 and 0 എന്നുള്ള രണ്ട് സ്റ്റേറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോ വോൾട്ടേജ് ഓർ ഹൈ വോൾട്ടേജ്. യൂഷ്വലി അതൊരു +5 വോൾട്ട്സ് അല്ലെങ്കിൽ +12 വോൾട്ട്സ് ആൻഡ് 0 വോൾട്ട്സ് ആണ് കമ്പ്യൂട്ടറിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സീറോസ് വൺസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ വോൾട്ടേജ് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഉള്ള അവസ്ഥ. അങ്ങനെയാണ് ഈ സീറോസ് വൺസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും മെമ്മറി ആണെങ്കിലും നോൺ വോളറ്റൈൽ മെമ്മറി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, DRAM, RAM, പ്രോസസ്സർ, ഇതെല്ലാം. ഇതിനകത്തൊക്കെ ഈ നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെ ഈ ഡിജിറ്റൽ സിഗ്നൽസ് വെച്ചിട്ടാണ്. ഈ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇലക്ട്രോണിക് സിഗ്നൽസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ സീറോസും വൺസും നേരത്തെ ഇതിൽ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിൽ ബൈനറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? കാരണം കമ്പ്യൂട്ടർ ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് 2 സ്റ്റേറ്റ്സ്, വിച്ച് ഇസ് എ ഹൈ വോൾട്ടേജ് ആൻഡ് എ ലോ വോൾട്ടേജ്. അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ, പ്ലസ് ആൻഡ് മൈനസ്. അതിനാണ് 1 and 0 എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് നോക്കാം ബൈനറി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഇങ്ങനൊരു വേവിലൂടെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു സൈക്കിളാണ്, ആൻഡ് ദിസ് ഇസ് അനദർ സൈക്കിൾ, ആൻഡ് ഇങ്ങനെ പോകും ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതിന് പറയുന്നത് ഇതിൻ്റെ വേവ് ലെങ്ത് എന്നാണ്. വേവ് ലെങ്ത്. ഇങ്ങനെ നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയും. നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടർ വേൾഡിൽ എങ്ങനെയാണ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നൽസ് പാസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ വരച്ചത്.
ഡിജിറ്റൽ വേൾഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേൾഡിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഒന്ന് ഹൈ, മറ്റൊന്ന് ലോ. അപ്പോൾ ഈ ഹൈനെ നമ്മൾ 0 ആയിട്ടും ഹൈനെ നമ്മൾ 1 ആയിട്ടും ലോവിനെ നമ്മൾ 0 ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ബൈനറി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. കാരണം കമ്പ്യൂട്ടറിന് രണ്ട് സ്റ്റേറ്റ് മാത്രമേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അതായത് ഒരു ഹൈ വോൾട്ടേജ്, ഒരു ലോ വോൾട്ടേജ്. ഇത് സിംപ്ലസ്റ്റ് ടേമിൽ ഞാൻ കാണിച്ചതാണ് ഈ ബൈനറി സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എത്ര ബിറ്റ്സ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡിൽ, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 1000 ബിറ്റ്സ്, അതായത് ഒരു 1ഉം 0ഉം അതിൻ്റെ കോമ്പിനേഷൻ. ഇതിപ്പോൾ 1ഉം 0 ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരണമെന്നില്ല കേട്ടോ. കണ്ടിന്യൂസ് 1s ആവാം, പിന്നെ 0s ആവാം, പിന്നെ 1 0s, ഇങ്ങനെ ഇന്റർമിക്സ് ആയിട്ട് വരാം. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോ ബിറ്റും ഓരോ സിഗ്നലും, ഇങ്ങനത്തെ എത്ര സിഗ്നൽസ് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലായി എങ്ങനെയാണ് ഈ ബിറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലേക്ക്. ഇനി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് എഴുതുന്നത് നമ്മൾ ബി ആണ്, ക്യാപിറ്റൽ ബി. സ്മോൾ ബി ആണ് ബിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളൊരു സ്മോൾ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ബിറ്റാണ്, ക്യാപിറ്റൽ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ബൈറ്റാണ്. അപ്പോൾ ഒരു 1 ബൈറ്റ് ഇസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. നൗ അതിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1000 ബൈറ്റ്സ് ആണ്. ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1000 കിലോബൈറ്റ്സ് ആണ്. ഒരു ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് 1000 മെഗാബൈറ്റ്സ് ആണ്. ഇതും ഞാൻ പെട്ടെന്നൊന്ന് ക്വിക്ക്ലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ബിറ്റ്സും ബൈറ്റ്സും പിന്നെ കിലോബിറ്റ്സ്, കിലോബൈറ്റ്സ്, മെഗാബിറ്റ്സ്, നമ്മുടെ ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ 1 ബൈറ്റ് 8 ബിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ ബി എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതിനെ ക്യാപിറ്റൽ ബി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു കിലോ ബിറ്റ് എന്ന് പറയുന്നത് കിലോ ബൈറ്റ്. സെയിം വേ കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1000 ബിറ്റ്സ് ആണ്. മെഗാ ബൈറ്റ്സ് എന്ന് പറയുന്നത് 1000 കിലോ ബൈറ്റ്സ്. അതേസമയം മെഗാ ബിറ്റ്സ് എന്ന് പറയുന്നത് 1000 കിലോ ബിറ്റ്സ്. ഗിഗാ ബൈറ്റ്സ് 1000 മെഗാബൈറ്റ്സ്. ഗിഗാ ബിറ്റ്സ് 1000 മെഗാബിറ്റ്സ്. ഇത് കഴിഞ്ഞ അടുത്തത് ടെറാബൈറ്റ്സ്, 1000 GB, ടെറാബിറ്റ്സ്, GB. അടുത്തത് പെറ്റാബൈറ്റ്. ഇനി അങ്ങോട്ട് നമുക്ക് പോകണ്ട, കാരണം ഇത് ഒരുപാടായി. ഇനി അങ്ങോട്ടുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ വേൾഡിലൊക്കെ പെറ്റാബൈറ്റ്സ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ 2 സെക്ഷനായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെപ്രസെൻറ്റേഷൻസ് നമ്മൾ യൂസ് ചെയ്തത് മിക്കവാറും നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്ര കപ്പാസിറ്റി കിലോ ബൈറ്റ്സ്, എൻ്റെ ഫയൽ ഇത്ര MB ആണ്, എൻ്റെ ഫോട്ടോ ഇത്ര MB സൈസാണ്, എൻ്റെ ഹാർഡ് ഡിസ്ക് ഇത്ര GB ആണ്, ഇത്ര ടെറാബൈറ്റ്സ് ആണ്, എൻ്റെ എൻ്റർപ്രൈസ് സ്റ്റോറേജ്, എൻ്റെ കമ്പനിയുടെ ഞാൻ എത്ര പെറ്റാബൈറ്റ് ഓഫ് സ്റ്റോറേജ് മാനേജ് ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബിറ്റ്സ് ആണ്. രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്മോൾ ബി നമ്മൾ മിക്കവാറും റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് സ്പീഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നെറ്റ്വർക്കിൻ്റെ സ്പീഡ്, നമ്മുടെ ഫോൺ നെറ്റ്വർക്കിൻ്റെ സ്പീഡ്, അത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റോറേജിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഫ്യൂ കിലോ ബൈറ്റ്സ്
ഉണ്ടാവും ഒരു വേർഡ് ഡോക്യുമെൻറ്റ്. ഒരു പിക്ചർ എടുത്ത് നോക്കി, ഇന്നത്തെ കാലത്ത് ഫോണിലൊക്കെ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 MB ഉണ്ടാവും. ഒരു ഹൈ ക്വാളിറ്റി 1080 പിക്സൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂ മെഗാബൈറ്റ്സ് മുതൽ ഒരു ഫ്യൂ ഗിഗാബൈറ്റ്സ് വരെ ഉണ്ടാവാം. മനസ്സിലായി? അപ്പോൾ ഏകദേശം ഒരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എത്രയാണ് സ്റ്റോറേജ് എന്നുള്ളത്. അപ്പോൾ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് പെറ്റാബൈറ്റ്സ് ആണ് നമ്മുടെ വേൾഡിൽ ഇപ്പം യൂസ് ചെയ്യുന്നത്. അതായത് എക്സബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഒരുപാടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലും സ്റ്റോറേജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബൈറ്റ്സ്, കിലോബൈറ്റ്സ്, മെഗാബൈറ്റ്സ് തമ്മിലുള്ള റിലേഷൻ. ഈ ബൈറ്റ്സ്, കിലോബൈറ്റ്സ്, മെഗാബൈറ്റ്സ്, ഗിഗാബൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂഷ്വലി കപ്പാസിറ്റിയെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു കിലോബൈറ്റ്സ്, മെഗാബൈറ്റ്സ് എന്നുള്ളത് സ്പീഡുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് സ്പീഡ്സൊക്കെ 2G, 3G, 4G എന്ന് പറയുമ്പം ആൾക്കാർ വിചാരിക്കും, എനിക്ക് 4GB സ്പീഡാണ് അല്ലെങ്കിൽ 4GB കപ്പാസിറ്റിയാണ്, 2GB കപ്പാസിറ്റിയാണ്. അത് തെറ്റാണ്. ഈ 1G, 2G, 3G, 4G എന്നുള്ള ഈ മൊബൈൽ നെറ്റ്വർക്കിങ്ങിൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ജനറേഷൻസ്? അതിൻ്റെ ടെക്നോളജിയിൽ വന്ന വ്യത്യാസങ്ങളാണ് ഈ ജനറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1Gയിൽ 2 kilobits per second വരെ സ്പീഡേ ഉണ്ടായിരുന്നുള്ളൂ. 2Gയിൽ 14 kilobits per second മുതൽ 64 kilobits per second വരെ സ്പീഡ് ഉണ്ടായിരുന്നു. 3G ആയപ്പോഴത്തേക്കും അത് 144 kilobits per second മുതൽ 2 Mbps വരെയായി. 4G ആയപ്പോഴത്തേക്കും 100 Mbps മുതൽ 1 Gbps വരെയായി. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ കേബിൾ പ്രൊവൈഡർ നെറ്റ്വർക്കിലൊക്കെ നമുക്ക് പലപ്പോഴും കേൾക്കാം 200 MB സ്പീഡ് അല്ലെങ്കിൽ 1G സ്പീഡ്. അതാണ് ഈ 100 MB മുതൽ 100 Megabits per second മുതൽ 1 Gigabits per second വരെയുള്ള സ്പീഡിനാണ് 4G എന്ന് പറയുന്നത്. 5G അതിലും കൂടുതലായിരിക്കും. സ്പീഡ് കൂടാതെ നമ്മുടെ ഫ്രീക്വൻസി, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇതൊക്കെ വേരി ചെയ്യും ഈ ജനറേഷനിൽ. അപ്പോൾ 1G, 2G, 3G, 4G എന്നുള്ളത് കപ്പാസിറ്റി അല്ല, സ്പീഡും അല്ല, അത് ആ ജനറേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ കപ്പാസിറ്റിയുടെ നമ്പേഴ്സ് കാണിച്ചു തന്നു, കിലോബൈറ്റ്സും മെഗാബൈറ്റ്സും. സ്പീഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്, സ്മോൾ ബി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ B ഈസ് ഫോർ കപ്പാസിറ്റി, ബൈറ്റ്, ബൈറ്റ്സ്, കിലോബൈറ്റ്സ്, മെഗാബൈറ്റ്സ്, ഗിഗാബൈറ്റ്സ്. സ്മോൾ ബി എന്ന് എഴുതുമ്പം അതാണ് നമ്മൾ സ്പീഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബിറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബിറ്റ് ഇസ് എൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നലാണ്, ഇലക്ട്രോണിക് സിഗ്നലാണ്. എ ബിറ്റ് ഗോസ് ആസ് എ ഹൈ വോൾട്ടേജ് ഓർ എ ലോ വോൾട്ടേജ്. സോ എത്ര ബിറ്റ്സ് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതിനെയാണ് ഇപ്പോൾ 2 kbps എന്ന് പറയുന്നത്. 2000 ബിറ്റ്സ് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന നെറ്റ്വർക്കാണ്. അതേസമയത്ത് 100 Mbps എന്ന് പറയുന്നത് 100 Megabits, അതായത് 100,000 kilobits per second ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ എപ്പോഴും സ്പീഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് പറയുന്നത്. കപ്പാസിറ്റി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കിലോബൈറ്റ്സ് ഓർ മെഗാബൈറ്റ്സ്. അത് സ്റ്റോറേജിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റി കൊണ്ട്. എൻ്റെ ഹാർഡ് ഡിസ്കിന് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ, ഇത്ര ഗിഗാബൈറ്റ്സ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇത്ര ടെറാബൈറ്റ്സ് കപ്പാസിറ്റി. ബട്ട് നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ ടെലിഫോണിൻ്റെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ കേബിൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് പറയുമ്പം ഇത്ര ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. അഗൈൻ ഒരേ വീഡിയോയിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പം അത് കൂടുതൽ കൺഫ്യൂസിങ് ആവും. ഷോർട്ട് വീഡിയോസാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻസ് ആയിട്ട് ഇടുക.
ഞാൻ നേരത്തെ ചെയ്ത ബൈനറി ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻ്റായിട്ട് ഇട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു ബിറ്റ്സിനെ കുറിച്ചും ബൈറ്റ്സിനെ കുറിച്ചും. കപ്പാസിറ്റി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്പീഡ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഒരു ടെക് വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.